അപ്പോൾ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ്. പേര് കേൾക്കുന്നത് പോലെ തന്നെ ഭയാനകമാണോ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം എന്ന് നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഏകദേശം 250 അടിയോളം ഉയർച്ചയിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു 12 പേരാണ് ഈ യാത്രയിലുള്ളത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ഒരു ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ നമുക്ക് ഉൾവനത്തിലേക്ക് നടക്കാനുണ്ട്. കാട്ടിലൂടെ നടന്ന് നമ്മൾ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തും തോറും നമുക്ക് പലതരത്തിലുള്ള കാഴ്ചകളാണ് ഈ വനത്തിൻ്റെ അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിനോട് അടുക്കും തോറും ചുറ്റും പാറകളാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ വേണം നടന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ കാല് വഴുതാനും പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ടൂറിസ്റ്റുകളും പോകാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വനസംരക്ഷണ സമിതിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം ഇപ്പോൾ ഉള്ളത്. വെള്ളച്ചാട്ടം കാണുവാനോ ആസ്വദിക്കുവാനോ ആയിട്ട് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് അപകടമൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് പരിശീലനം നേടി ഒരുപാട് ഗൈഡുകളെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് വേണ്ട ഗൈഡൻസ് തന്ന് കൃത്യമായിട്ട് അപകടങ്ങളൊന്നും കൂടാതെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിനരികെ വരെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ കാണുന്നതാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. നമ്മൾ പേര് കേട്ടതുപോലെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എന്നാലും നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മൂർധന്യാവസ്ഥയിലല്ല ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കാലാവസ്ഥയുടെയൊക്കെ ഒരു സാഹചര്യം വെച്ചിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ തീവ്രത വളരെ കുറഞ്ഞ, ഏറ്റവും താഴ്ന്ന രീതിയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ തീവ്രത കുറവുള്ള സമയത്താണ് നമ്മളിവിടെ എത്തുന്നത്. അച്ചൻകോവിൽ വനത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുല്ലസിക്കാനായിട്ട് എത്തുന്ന വിനോദസഞ്ചാരികളിലേറെയും തമിഴ്നാട്ടുകാരാണ്. നമ്മൾ മലയാളികളായിട്ട് വളരെ കുറച്ച് പേര് മാത്രമേ ഇവിടെ എത്താറുള്ളൂ. പ്രകൃതി കനിഞ്ഞൊഴുകിയെത്തുന്ന ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാൽ തീരാവ്യാധികളടക്കമുള്ള അസുഖങ്ങൾ മാറുമെന്നാണ് തമിഴ്നാട്ടുകാരുടെ ഒരു വിശ്വാസം. അവരങ്ങനെയാണ് വാദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു 5 മണിയോട് അടുത്തായി. 4 മണി വരെ ഉള്ളൂ ഇവിടെ പ്രവേശനമെന്നാണ് പറഞ്ഞത്. പിന്നെ വലിയ തിരക്കുകളില്ലാത്തത് കൊണ്ടും ആ സമയത്ത് മറ്റു ആൾക്കാരില്ലാത്തത് കൊണ്ടും മാത്രം ഞങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിച്ചതാണ്. വെള്ളച്ചാട്ടം എൻജോയ് ചെയ്യാനായിട്ട് എത്താൻ ആഗ്രഹമുള്ളവർ കൂടുതലായിട്ട് വെള്ളച്ചാട്ടം ഉള്ള സമയം എപ്പോഴാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞു. കൂടുതലായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയാനകമായ സാഹചര്യത്തിലൊന്നുമല്ല, എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ, ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്, ആ എൻജോയ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു വെള്ളച്ചാട്ടം ഏത് സമയത്താണുള്ളതെന്നൊക്കെ നോക്കി നെറ്റിലൊക്കെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ആ സാഹചര്യത്തിലും സമയത്തിലും എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഒരു 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് ഇതിലിറങ്ങി കുളിക്കാനൊന്നുമില്ല, ഞങ്ങൾ മറ്റ് വസ്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും കരുതിയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ ഒരു കാലാവസ്ഥയുടെ കൃത്യമായിട്ട് വെള്ളച്ചാട്ടം കൂടുതലായിട്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സമയം നോക്കി എത്തുക. നല്ല തണുത്ത ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്കിവിടെ, പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും.